ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു പേഴ്സണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആ ഒരു പേഴ്സണ് നിങ്ങളോട് എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ എന്നാണ് ഇപ്പോൾ കറണ്ട് എനർജിയാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ഫീലിങ്സ് ഇപ്പോൾ നിങ്ങളെടുത്ത് ഉണ്ടോ നിങ്ങളുടെ പേഴ്സണ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. തേർഡ് പാർട്ടി എനർജീസ് കുറേ റിലേഷൻഷിപ്പിൽ കാണിക്കുന്നുണ്ട്. എല്ലാവരുടെ അല്ല കേട്ടോ, കുറേ പേർക്കെങ്കിലും ഇവിടെ തേർഡ് പാർട്ടി ഒരു മെയിൻ ഇഷ്യൂ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി എനർജീസ് കുറേ പേരുടെ എനർജീസിൽ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും അവർ ഒരുപാട് അകന്നു പോയിട്ടുള്ളതായിട്ടുള്ളൊരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട്. നിങ്ങളിപ്പോഴും വെയിറ്റിങ്ങിലാണ്. ആ ഒരു പേഴ്സൺ ഇന്നോ നാളെയോ ആയിട്ട് തിരികെ വരും എന്നുള്ളൊരു എനർജിയിലാണ് നിൽക്കുന്നത്. പക്ഷെ ആ ഒരു പേഴ്സൺ കുറേ പേരുടെ എനർജിയിൽ നോക്കുമ്പോൾ കുറേ പേർക്ക് അത് മൂവിങ് ഓൺ ആയതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ആ പേഴ്സൺ കുറച്ച് പേർക്കെങ്കിലും നിങ്ങൾ തന്നെ മൂവിങ് ഓൺ ആയിട്ടൊന്ന് മാറി നിൽക്കുന്നുണ്ടായിരിക്കണം. പക്ഷേ അത് അവർ തിരികെ വരും എന്ന്, അല്ലെങ്കിൽ അവർ ഒരുപാട് മാറ്റങ്ങളിലൂടെ തിരികെ വരും എന്ന് നിങ്ങൾ പ്രതീക്ഷയോടെ ആണ് നിങ്ങൾ മാറി നിൽക്കുന്നത്. എന്തെങ്കിലും അവർ തിരികെ വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ. ഓക്കെ, പക്ഷേ അതിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതല്ലാതെ അവിടെ അവിടെ ഒരു മാറ്റങ്ങളൊന്നും ഇവിടെ വന്നിട്ടുണ്ടായിരിക്കണം എന്നില്ല. നിങ്ങളടുത്ത് ഈ ഒരു പേഴ്സൺ ആദ്യം കാണിച്ചിട്ടുള്ള ആ ഒരു സ്നേഹവും കെയറിങ് ഒന്നും പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കണം എന്നില്ല. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കുന്നുണ്ടായിരിക്കണം, തന്നില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇതെല്ലാം തന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ അതിനൊരു കുറവ് വരുമ്പോഴാണ് നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ടായിരിക്കുക. പണ്ട് ഏത് സമയവും നിങ്ങളോട് മിണ്ടണം, നിങ്ങളെ കാണണം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന വ്യക്തികളായിരിക്കണം. പക്ഷെ ഇപ്പോൾ അവർ അതിന് അത്രയും ഒരു ടൈം ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ തരുന്നുണ്ടായിരിക്കില്ല. അതിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ വന്നിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ പേരിൽ കുറേ പേർക്ക് റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതായിട്ട് കാണിക്കണം. ആ ഒരു വ്യക്തി ഏറെക്കുറെ വേറെ പല കാര്യങ്ങളും ടെൻസ്ഡ് ആയിട്ടാണ് കാണിക്കുന്നത്. ഒരുപാട് ടെൻഷൻസ് ആ ഒരു പേഴ്സൺ ഉണ്ട്. ഓക്കെ, അവരുടെ ഫാമിലിയിൽ, അവരുടെ ലൈഫിൽ. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ നിങ്ങളുടെ കൂടെ ടെൻഷൻസ് വളരെയധികം ഓവറായിട്ട് എടുക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളൊരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ആൾ കുറേയൊക്കെ മാറി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും എന്തൊക്കെയോ അവർ മിസ് ചെയ്യുന്നുണ്ട് റിലേറ്റഡ് ടു യു എന്ന് കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി കുറച്ച് പേരുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി എനർജി കാണിക്കുന്നുണ്ട്. അത് ആരുടെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം, ഉണ്ടായിരിക്കണം. അതിലും സ്റ്റക്ക്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീലിങ്സ് കാണിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും അവർക്ക് എത്രയൊക്കെ ടെൻഷൻസ്, കുറേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരിപ്പോൾ നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുന്നില്ല. ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കണം കുറേ പേർക്ക്. നോ കോണ്ടാക്റ്റ് മാത്രമല്ല, ലെസ് കോണ്ടാക്റ്റും ഉള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യം കാണിച്ചിരുന്ന ആ ഒരു സമയം, ആദ്യമൊക്കെ നിങ്ങളുടെ ഒരു മെസ്സേജിനോ ഒരു കോളിനോ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ അതിനൊന്നും വെയിറ്റ് ചെയ്യാത്ത ഒരു എനർജിയിൽ കാണിക്കുന്നുണ്ട്. ആദ്യം ഒരുപാട് തവണ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിരുന്ന വ്യക്തിയായിരിക്കണം ഇപ്പോൾ കോണ്ടാക്റ്റ് അത് കുറഞ്ഞിട്ടുള്ളത്. അവരത് ചെയ്യുന്നില്ലെങ്കിൽ, അത് മനസ്സിലാക്കുന്നില്ലെങ്കിലും നിങ്ങളത് അവരുടെ ഓരോ ചെറിയ ചലനങ്ങളും ഓരോ ചെറിയൊരു പെരുമാറ്റങ്ങളും അവരുടെ ചിരിയിൽ വരുന്ന വ്യത്യാസങ്ങൾ പോലും നിങ്ങളത് സൂക്ഷ്മമായിട്ടത് മനസ്സിൽ ഉൾക്കൊണ്ടിട്ടുള്ള വ്യക്തികളായിരിക്കണം. അവർ മുമ്പ് എങ്ങനെയായിരുന്നു, ഇന്ന് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാകുന്നുണ്ടായിരിക്കണം. ഫീലിങ്സ് ഇവിടെ കുറഞ്ഞിട്ടുണ്ട് ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് എന്നുള്ളതെന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അവർക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ട്. കുറേ പേർക്ക് പലതരത്തിലുള്ള ടെൻഷൻസ് അവിടെ ഇവിടെയും കാണുന്നുണ്ട്. അതിൻ്റെ കാര്യത്തിലാണ് അവരുടെ കുറച്ച് നിങ്ങളുമായിട്ടുള്ള ഒരു ഇതിൽ ഗ്യാപ്പ് വന്നിട്ടുള്ളൂ. പക്ഷേ എല്ലാ തിരക്കുകളും കഴിഞ്ഞ് അവർ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്തേക്ക് നിങ്ങളോട് ഇപ്പോഴും അവർക്കൊരു നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടും എന്തോ വളരെയധികം ഡെസ്പായിട്ടിരിക്കുന്ന ഒരു എനർജിയും ആ ഒരു സമയത്ത്, എപ്പോഴുമല്ല ചില സമയങ്ങളിൽ അങ്ങനെ വരുന്നതായിട്ട്, ആളുടെ എനർജിയിൽ വന്നു പോകുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു വ്യക്തി നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാം തരാനായിട്ട് തയ്യാറാണ്. പക്ഷെ അവിടെ എന്തൊക്കെയോ ഒരുപാട് ബ്ലോക്കേജസ് കാണിക്കുന്നുണ്ട്.
ശരിക്കും നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് കൂടിയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. കാരണം 9 ഓഫ് ബ്ലേഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. 9 ഓഫ് ബ്ലേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് കൂടെ സഞ്ചരിക്കുന്ന പലരെയും ഇവിടെ കാണുന്നുണ്ട്. ഡിപ്രഷൻ്റെ സ്റ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം. ഊണും ഉറക്കവും ഇല്ലാത്ത അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. ആ ഒരു പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് പോയി. ചിലപ്പോൾ അങ്ങനെ ഒരു ഇതിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നൊരവസ്ഥ എന്നൊക്കെ പറയില്ല, അതാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കുറേ കത്തി കൊണ്ട് കുത്തി ഇറക്കി അതിങ്ങനെ ഉണങ്ങാതെ ആ വേദനയെ അനുഭവിച്ച് ഇരിക്കുന്നൊരവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു പേഴ്സൻ്റെ ക്യാരക്ടർ അത്യാവശ്യം കുറേയൊക്കെ ഒരു റൂഡ് എന്ന് വേണമെങ്കിൽ പറയാം. പുറമേക്ക് മേ ബി അവരുടെ കുറേ എന്താ പറയുക, അവർ നിങ്ങളിലാണ് കുറച്ചൊരു ഇന്നർ ചൈൽഡ്നെസ് എന്നൊക്കെ പറയില്ലേ, അത്തരത്തിലൊക്കെ മേ ബി നിങ്ങളടുത്ത് മാത്രമാണ് അവർ അങ്ങനത്തെ ഒരു ബിഹേവിയർ കാണിച്ചിട്ടുണ്ടായിരിക്കുക. ഒരു കുട്ടിക്കളി, നിഷ്കളങ്കമായിട്ടുള്ളൊരു സ്വഭാവമൊക്കെ നിങ്ങളുടെ അടുത്ത് മാത്രമാണ് അവർ തന്നിട്ടുള്ളതെന്ന് കാണിക്കുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം അവർക്ക് വേറെ ഒരു ആളെടുത്ത് അല്ലെങ്കിൽ ഫാമിലിയിലുള്ളൊരു പേഴ്സൻ്റെ അടുത്ത് പോയിട്ട് ചെയ്യാനായിട്ട് അവർക്ക് പറ്റിയിട്ടുണ്ടായിരിക്കില്ല. അത്തരത്തിലുള്ളൊരു എനർജി എല്ലാം അവർക്ക് നിങ്ങളുടെ അടുത്തു നിന്നായിരുന്നു കൊടുക്കാനായിട്ട് സാധിച്ചത്. നിങ്ങളുടെ അടുത്തു നിന്ന് ഒരുപാട് സ്നേഹവും കിട്ടിയിട്ടുണ്ട്. അതൊരു തരത്തിൽ പറഞ്ഞാൽ അവർ കുറേയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അവർക്ക് നിങ്ങളോട് എവിടെയൊക്കെയോ ഒരു ഫീലിങ്സ് മറയാതെ നിൽക്കുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഫീലിങ്സിന് കുറവ് വന്നിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും അത് പൂർണ്ണമായിട്ടും വറ്റി വരണ്ടിട്ടില്ല. മരുഭൂമിയിലെ ഒരു വെള്ളത്തുള്ളി എന്നൊക്കെ പറയുന്ന പോലെ എവിടെയോ എന്തോ അവർക്ക് ഇപ്പോഴും അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കിവിടെ ഭയങ്കരമായിട്ട് തേർഡ് പാർട്ടി മുഖേന എന്തോ ഒരു തേർഡ് എനർജി മുഖേനയാണ് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ലെസ് കോണ്ടാക്റ്റ് അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് ഉണ്ടായിട്ടുള്ളതെന്നൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് കുറേ പേരുടെ എനർജിയിൽ കേട്ടോ. എല്ലാവർക്കും എന്നല്ല ഞാൻ പറയുന്നത്, കാരണം എനിക്ക് അഗൈൻ ആൻഡ് അഗൈൻ എൻ്റെ കണ്ണ് ചെന്നെത്തുന്നത് 333 എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പലതരത്തിലും പ്രോബ്ലംസ് വന്നിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ആ ഒരു തേർഡ് എനർജി മുഖേന ആയിരിക്കണം നിങ്ങളുടെ, അല്ലെങ്കിൽ ഫാമിലി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വ്യക്തികളും ഉണ്ടായിരിക്കണം ഇതിൽ. ഓൾറെഡി മാരീഡ് ആയവരും അതിൽ റിലേഷൻഷിപ്പ് വന്നവരും മേ ബി നിങ്ങൾക്കൊരു പേഴ്സൺ ഉണ്ടാവുമല്ലോ, നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ. പക്ഷെ അതല്ല, കുറേ പേർക്കെങ്കിലും തേർഡ് പാർട്ടിയുടെ ഒരു എനർജി കാണിക്കുന്നുണ്ട് ഇവിടെ. അതിൻ്റെ മുഖേനയാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, സോ നമ്മളെ റീഡിങ് ഇവിടെ നോക്കിയത് ഇപ്പോഴും അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് ഉണ്ടോ എന്നാണ്. അവർ മൂവിങ് ഓൺ ആയി പോയിട്ടുണ്ടെങ്കിൽ പോലും എവിടേക്കോ നിങ്ങളിപ്പോഴും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ചില ക്യാരക്ടേഴ്സും നിങ്ങളുടെ അടുത്ത് മാത്രമാണ് അവർ കാണിച്ചിട്ടുള്ളത്. ചില തരത്തിലുള്ളൊരു ഇന്നർ ചൈൽഡ്നെസ് കാര്യങ്ങളെല്ലാം. അവർ റിലാക്സ്ഡ് ആയിട്ട്, അവർക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, അവരുടെ കരിയർ, അവരുടെ ഫാമിലി എന്നുള്ള രീതിയിലേക്കൊക്കെ ഒരുപാട് പ്രോബ്ലംസ് കാണിക്കുന്നുണ്ട്. പക്ഷെ അവർ ഒന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ, രാത്രി കിടക്കുന്ന ഒരു സമയമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സമയമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാട്ട് അങ്ങനെ ഒരുപാട് കേൾക്കുന്ന വ്യക്തികളായിട്ടൊന്നും കാണുന്നില്ല, എന്നാലും എന്തെങ്കിലും പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ടി വിയിൽ കാണാനിടവരുന്നൊരു സംഭവമൊക്കെ എന്തെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് ആ ഒരു സമയത്തേക്കൊക്കെ നിങ്ങളുടെ എവിടെയൊക്കെ എന്തൊക്കെയോ ഒരു മെമ്മറീസ് അവരിൽ റിഫ്ലക്റ്റ് ആവുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സോ സ്റ്റിൽ ദേ ഹാവ് ദ ഫീലിങ്സ് ഫോർ യു. ഇപ്പോഴും ഫീലിങ്സ് ഉണ്ട്, പക്ഷേ പണ്ടത്തെ ആ ഒരു അളവിലല്ല, കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും ഫീലിങ്സ് അവിടെ കാണിക്കുന്നുണ്ട് വ്യക്തമായിട്ട്.